ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാലട പ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 500 ഗ്രാമിൻ്റെ മലബാർ പാലടയുടെ പാക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാച്ചാൽ ഏകദേശം 50 ഗ്ലാസ് പാലട കിട്ടും. ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലൊരു വിരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി കൂടുതൽ ഉണ്ടാക്കണം. 8 ലിറ്റർ പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാലിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് നേരം വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് 12 ലിറ്ററിൻ്റെ കുക്കറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 8 ലിറ്റർ പാലിലേക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആകുമ്പോൾ കുക്കറിൽ കൊള്ളില്ല, അപ്പോൾ നമ്മൾ കുറച്ച് പാൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ച് മതി എന്നുള്ളവർ ഇത്രയും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അവസാനമായിട്ട് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, പഞ്ചസാര അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാരയും പാലും കൂടിയിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അടച്ച് വെക്കാൻ പോവാണ്. ലോ ഫ്ലെയിമിലിടണം. 1 മണിക്കൂർ ഇതുപോലെ തന്നെ കുക്കറിരിക്കണം, ഫ്ലെയിം ഓഫ് ചെയ്യല്. ഇങ്ങനെ നമ്മൾ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പാല് നല്ല പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുക്കർ തുറക്കണുള്ളൂ. ഈ സമയത്ത് നമ്മൾ അടുപ്പിൽ ഒരു ഉരുളി വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ 50 ഗ്ലാസ് പായസം ഉണ്ടാക്കുകൊണ്ട് ഇനി ഗ്യാസിൽ വെക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അട നമ്മൾ നന്നായി കഴുകിയിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ 1/2 മണിക്കൂർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യിലൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. നമ്മൾ കുക്കറിൽ കൊള്ളാതെ മാറ്റി വെച്ച പാലില്ലേ, ആ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 200 ഗ്രാം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. 20 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ പാലൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി നമ്മുടെ കുക്കറത്തെ എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഇത് തുറക്കത്തിന് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വിസിലിൻ്റെ അത് ഊരി വെച്ചപ്പോൾ തുറക്കാൻ കിട്ടി. അപ്പോൾ നമ്മുടെ പാല് നല്ല കളറായി വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പാല് നമുക്ക് നമ്മുടെ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പാട പോലെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് 1/2 മണിക്കൂറോളം ഇളക്കിക്കൊണ്ടിരിക്കണം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാൻ പാടില്ല. അടി പിടിച്ച് കഴിഞ്ഞാൽ പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ പോവും. ഞാനും എൻ്റെ സിസ്റ്റേഴ്സും കൂടി മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പായസം വറ്റിയിട്ട് ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. 350 ഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ മിൽക്ക് മെയ്ഡ് ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിൻ്റെ അളവ് നോക്കുക വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് വേണം ചേർക്കാൻ. ഈ സമയത്തൊക്കെ നമ്മൾ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൽ മധുരം ആവശ്യത്തിനുണ്ടെങ്കിൽ പിന്നെ ഈ മിൽക്ക് മെയ്ഡ് ഒഴിവാക്കുക. ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യണം. ഇപ്പോൾ നല്ല പിങ്ക് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഉരുളിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതിലിപ്പോൾ നല്ല കളർ കിട്ടിയിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് കളർ തോന്നണില്ല. നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പണ അതേ കളറിലുള്ള പിങ്ക് പാലട പായസം തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതേ ടേസ്റ്റ് തന്നെ ആയിരുന്നു. നമ്മുടെ വിരുന്നിന് കൂടിയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ അല്ലേ വരുന്നത്, ഓണത്തിന് എല്ലാവരും ഈ പാലട പായസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. താങ്ക്